നമസ്കാരം. ഇന്നത്തെ GST ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വർക്സ് കോൺട്രാക്ട് GST എങ്ങനെ ബാധകമാകും. നിങ്ങൾക്കറിയാം, GSTക്ക് മുമ്പ് വർക്സ് കോൺട്രാക്റ്റിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 46th അമെൻമെന്റിന് ശേഷം വർക്സ് കോൺട്രാക്ട് ഒരു ഡീംഡ് സെയിലാണെന്നും അതിന് സ്റ്റേറ്റുകൾക്ക് സെയിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള വകുപ്പുണ്ട് എന്നും ഗ്യാനൻ ടങ്കറിലൂടെ സുപ്രീം കോടതി വിധി പ്രകാരം പ്രഖ്യാപനമുണ്ടായി. അതിനുശേഷം ഇന്ത്യയിൽ മൊത്തം വർക്സ് കോൺട്രാക്ട് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഇൻവോൾവ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് വർക്സ് കോൺട്രാക്ട് വാസ് ലയബിൾ ടു ടാക്സ്. കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ GSTയിൽ വന്നപ്പോൾ വർക്സ് കോൺട്രാക്ട് വളരെ സിമ്പിളായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയ വർക്സ് കോൺട്രാക്ട് മാത്രമേ GSTയിൽ വർക്സ് കോൺട്രാക്ട് ആയിട്ട് റീഡ് ചെയ്യൂ. സോ എന്താണ് വർക്സ് കോൺട്രാക്ട് GSTയിൽ? There should be transfer of material and labor and supply, erection, installation, commissioning, testing. ആഫ്റ്റർ ദാറ്റ് അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി വരുന്ന ഒരു മെറ്റീരിയൽ പ്ലസ് ലേബർ കോമ്പിനേഷൻ മാത്രമേ വർക്സ് കോൺട്രാക്ട് എന്നുള്ള ഡെഫിനേഷനിൽ ലെവി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു എക്സാമ്പിൾ വഴി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു 1 ടൺ സ്പ്ലിറ്റ് AC എൻ്റെ ഓഫീസിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. 28,000 രൂപ AC കോസ്റ്റ്, 2,000 രൂപ ഇൻസ്റ്റലേഷൻ. GSTക്ക് മുമ്പ് ഇതൊരു വർക്സ് കോൺട്രാക്ട് ആയിരുന്നു. മെറ്റീരിയലിന് വാറ്റ്, ലേബറിന് സർവീസ് ടാക്സ്. പക്ഷെ GST സിനാരിയോയിൽ ഈ പറഞ്ഞ മെറ്റീരിയൽ പ്ലസ് ലേബർ ഒരു AC ഇൻസ്റ്റാൾ ചെയ്താൽ അത് വർക്സ് കോൺട്രാക്ട് അല്ല. കാരണം എന്താണ്? അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, മൂവബിൾ പ്രോപ്പർട്ടി ആയെങ്കിൽ കൂടി GSTക്ക് മുമ്പ് അതൊരു വർക്സ് കോൺട്രാക്ട് ആയിരുന്നു. പക്ഷെ GSTയിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയാൽ മാത്രമേ വർക്സ് കോൺട്രാക്ട് ആകുകയുള്ളൂ. മറ്റൊരു ഉദാഹരണം, ഒരു സെൻട്രലൈസ്ഡ് AC ഞാൻ എൻ്റെ ഓഫീസിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആഫ്റ്റർ സപ്ലൈ, എറക്ഷൻ, ഇൻസ്റ്റലേഷൻ, കമ്മീഷനിങ്, ദാറ്റ് ഈസ് എമൗണ്ടിങ് ടു ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇതൊരു വർക്സ് കോൺട്രാക്ട് ആണ്. അപ്പോൾ മൂവബിൾ ആണോ? വർക്സ് കോൺട്രാക്ട് അല്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി തീരുന്നോ? വർക്സ് കോൺട്രാക്ട് ആവും. ഒരു ഐഡിയൽ എക്സാമ്പിൾ ആണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ ഇതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി, അതൊരു വർക്സ് കോൺട്രാക്ട് ആയി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഫാസ്റ്റൻഡ് എംബഡഡ് ടു എർത്ത് എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ അഡ്വാൻസ് റൂളിംഗിൽ ABB ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് കേസിലും ഇത് തന്നെയാണ് പറയുന്നത്. വാട്ട് ഈസ് എംബഡഡ് ഓർ ഫാസ്റ്റൻഡ് ടു എർത്ത് ഒൺലി എമൗണ്ടിങ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ അതൊരു വർക്സ് കോൺട്രാക്ടിന്റെ ഡെഫിനേഷനിൽ വന്നു. വർക്സ് കോൺട്രാക്ട് പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കൂടി ഞാൻ ഇതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സെക്ഷൻ 16 ഓഫ് CGST ആക്ട് പറയുന്നുണ്ട്, പർച്ചേസ് ഈസ് യൂസ്ഡ് ഫോർ ദി ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പോൾ അങ്ങനെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് ഉപയോഗിക്കുന്ന എല്ലാ പർച്ചേസുകളും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാൻ എലിജിബിൾ ആണ്. അതൊരു ജനറൽ കണ്ടീഷനാണ്. സെക്ഷൻ 17 പറയുന്നു, കുറച്ച് റിസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. 17(5) പ്രകാരം പറയുന്നു, നോ ITC ക്യാൻ ബി അവെയിൽ ഓൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ചുരുക്കി പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒഴിച്ചുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡീലർമാർക്ക് എടുക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത ചോദ്യം, സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമോ? സെക്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ കോൺട്രാക്ടർ സബ് കൊടുത്തു കഴിഞ്ഞാൽ സബ് കോൺട്രാക്ടറുടെ ടാക്സ് ഇൻവോയ്സ് വെച്ച് പ്രിൻസിപ്പൽ കോൺട്രാക്ടർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. GST നിയമപ്രകാരം വർക്സ് കോൺട്രാക്ടിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18%. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള യോഗ്യതയുണ്ട് കോൺട്രാക്ടർക്ക്.
നോട്ടിഫിക്കേഷൻ നമ്പർ 11/2017 പ്രകാരം ഗവൺമെന്റ് വർക്കുകൾക്കെല്ലാം GST റേറ്റ് 12%. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓരോ സ്റ്റേറ്റിലും ഞാൻ വർക്ക്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ ഉത്തരം, കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഗോഡൌണോ പ്ലേസ് ഓഫ് ബിസിനസ്സോ മാനേജറോ ഓഫീസോ ഇല്ല എങ്കിൽ ആ സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ, മഹാരാഷ്ട്രയിലുള്ള ഒരു കോൺട്രാക്ടർക്ക് കൊച്ചിയിലെ BPCL ഒരു കോൺട്രാക്ട് വർക്ക് കിട്ടി. കൊച്ചിയിൽ അവർക്ക് ഓഫീസോ ഗോഡൌണോ പ്ലേസ് ഓഫ് ബിസിനസ്സോ ഒന്നുമില്ല. ഈ സിറ്റുവേഷനിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ഉള്ള രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിൽ വർക്ക്സ് കോൺട്രാക്ട് ചെയ്യാം. മാത്രവുമല്ല, കേരളത്തിൽ സെപ്പറേറ്റ് ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതാണ് വർക്ക്സ് കോൺട്രാക്റ്റിനെ കുറിച്ച് പൊതുവായി GST നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ ഞാൻ ബിൽഡർമാരുടെ കാര്യങ്ങളും റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളും കൊമേഴ്ഷ്യൽ അപ്പാർട്ട്മെന്റ്സിനെയും കുറിച്ചുള്ള ടോക്കായിരിക്കും.